മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ഭാരതത്തിലെ ആക്രമിച്ച് കയറിയ വിദേശ മുസ്ലിങ്ങൾ ഏതാണ്ട് 650 വർഷത്തോളം ഭാരതം ഭരിച്ചു. അതിനുശേഷം പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും സ്പെയിൻകാരും പിന്നീട് ഇംഗ്ലീഷുകാരും ഭാരതം ഭരിച്ചു. ഭാരതത്തിൽ ഇത്രയെല്ലാം വിദേശാധിപത്യം ഉണ്ടായിട്ടും ഭാരതീയരുടെ മനസ്സിൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. തലമുറ കഴിയുന്തോറും അവരുടെ പൈതൃകത്തോടും അവരുടേതായ നന്മയോടും സംസ്കാരത്തോടും ഭാരതീയർക്ക് അസാധാരണമായ ആദരവും ബഹുമാനവും എന്നും നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ട് ബ്രിട്ടീഷ് പാർലമെന്റില് ലോർഡ് മെക്കോളെ പ്രഭു ഒരു പ്രസംഗം നടത്തി അതിൽ വിവരിക്കുകയുണ്ടായി. അത്രേ ഭാരതത്തിലെ ഗ്രാമങ്ങൾ തോറുമുള്ള 10,000-കണക്കിന് വിദ്യാലയങ്ങൾ ഭാരതത്തിന്റെ തനതായ സാംസ്കാരിക മൂല്യങ്ങളും നന്മകളും നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഭാരതത്തെ ബ്രിട്ടീഷുകാർക്ക് അനുയോജ്യമായ വിധത്തിൽ മാറ്റാൻ സാധ്യമല്ല. ഭാരതീയരുടെ മനസ്സിൽ വേദങ്ങളും അതുപോലെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. അതിനെക്കുറിച്ചുള്ള നാടകങ്ങളും പ്രഭാഷണങ്ങളും കഥാപ്രസംഗങ്ങളും പ്രവചനങ്ങളുമെല്ലാം എല്ലാ ഗ്രാമങ്ങളിലും നടക്കുന്നിടത്തോളം കാലം ഭാരതത്തെ സാംസ്കാരികമായിട്ട് മാറ്റാനോ ഇംഗ്ലീഷുകാരുടെ അടിമകളാക്കാനോ അല്ലെങ്കിൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന സനാതനധർമ്മ മൂല്യങ്ങളെ നിഷ്കാസനം ചെയ്ത് ഇല്ലാതെയാക്കാനോ സാധ്യമല്ല എന്ന മെക്കോളയുടെ ആ പ്രസംഗം, ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രസംഗത്തിന്റെ പര്യവസാനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത്രേ ഭാരതീയരെ മാറ്റണമെങ്കിൽ ഭാരതീയർക്ക് വേദത്തോടും വൈദിക സംസ്കാരത്തോടുമുള്ള താല്പര്യം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കണം. അവരിൽ ഭൂരിഭാഗം വ്യക്തികളും വേദത്തെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, വേദത്തെ അന്ധമായിട്ട് അനുകരിക്കുന്നു. അതുകൊണ്ട് ആ വേദത്തിന്റെ റൂട്ട്, അടിവേരുകൾ തകർത്താൽ തീർച്ചയായിട്ടും കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് ലോർഡ് മെക്കോളെ പ്രഖ്യാപിച്ചു. അതിനനുസരിച്ച് പ്രവർത്തിച്ചതാണ് മാക്സ് മുള്ളർ എന്ന വലിയൊരു പണ്ഡിതനെ ഒരു ദൗത്യമേൽപ്പിച്ചു. ഭാരതം എന്ന സംസ്കാര സമ്പന്നമായ രാഷ്ട്രം നിലനിൽക്കുന്നത് വേദത്തിലാണെങ്കിൽ ആ വേദത്തിന്റെ അടിവേര് മുറിക്കുകയാണെങ്കിൽ ഭാരത സംസ്കാരത്തിന്റെ മഹാവൃക്ഷം കടപുഴകി വീഴുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ചറിയാമായിരുന്നു. അതനുസരിച്ച് മാക്സ് മുള്ളർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. വേദത്തെ അടിമുടി ദുർവ്യാഖ്യാനം ചെയ്യുക. അതിന് അന്നത്തെ കാലത്ത് 1840-കളില് ലോർഡ് മെക്കോളയ്ക്ക് ഓഫർ ചെയ്യാനുണ്ടായിരുന്നത് വേദത്തിന്റെ ഒരു പേജ് മിസ്ഇന്റർപ്രിട്ടേഷനോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്താൽ 5 പൗണ്ട് അതിന് വർക്കിംഗ് ചാർജായിട്ട് വേതനമായിട്ട് നൽകാം. മാക്സ് മുള്ളർക്ക് അത്ഭുതമായി. ഒരു പേജിന് 5 പൗണ്ട് കിട്ടുക. അന്ന് 5 പൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്, വളരെ വലിയൊരു എമൗണ്ടാണ്.
ഇപ്പൊ വേദത്തില് 64 അധ്യായങ്ങളെ 8 അഷ്ടകങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരഷ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അധ്യായം. അങ്ങനെ മാക്സ് മുള്ളർ കുറേയധികം സംസ്കൃതം പഠിച്ച്, കുറേയധികം സംസ്കൃത സന്ദേശങ്ങൾ പഠിച്ച്, വേദം കുറേയെല്ലാം പഠിച്ച്, അതിലെ ഒരഷ്ടകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് അറിയാവുന്ന വേദപണ്ഡിതർക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അത്രേ. ഇപ്പൊ വേദത്തിന്റെ ദുർവ്യാഖ്യാനം ചെയ്ത, മിസ്ഇന്റർപ്രറ്റ് ചെയ്ത ഭാഗം കൊടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോ ഈ ഇംഗ്ലീഷും സന്ദേശവും അറിയാവുന്ന വേദപണ്ഡിതര് പിന്നെ മാക്സ് മുള്ളർ വിവരിച്ചു കൊടുത്തത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവര് പറഞ്ഞു, ഇത് വേദത്തിന്റെ സന്ദേശവുമല്ല, വേദത്തിന്റെ അർത്ഥവുമല്ല, വേദം ലോകത്തിന് നൽകുന്ന സംഭാവനയും ഇതല്ല, ഇതിലെഴുതിയിരിക്കുന്നത് യഥാർത്ഥ വേദ സന്ദേശത്തിന്റെ നേരെ വിപരീതമാണ്, നേരെ ഓപ്പോസിറ്റാണ്. മാക്സ് മുള്ളറുടെ ദുരുദ്ദേശമോ ഉദ്ദേശമോ ഒന്നും വേദപണ്ഡിതരെ വിലയിരുത്തിയില്ല. പകരം അവർ പറഞ്ഞു ഇത് വേദ സന്ദേശത്തിന് ഘടകവിരുദ്ധമാണ്. ഇപ്പൊ മാക്സ് മുള്ളർക്ക് അത്ഭുതമായി, വേദ സന്ദേശത്തിന് ഘടകവിരുദ്ധമാണ്, എതിരാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാൻ ഇതേപോലെ എഴുതിയിട്ട് പ്രചരിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം മാതിരി ചെയ്തോളാം, പക്ഷെ ഇത് വേദത്തിന്റെ സന്ദേശമല്ല, ഇത് അതിനെതിരാണ്. വേദപണ്ഡിതര് വികാര തീവ്രമല്ലാത്ത സാധാരണ രീതിയിൽ പ്രതികരിച്ചപ്പോൾ മാക്സ് മുള്ളർക്ക് അത്ഭുതമായിരുന്നു സത്യത്തില്. അപ്പൊ മാക്സ് മുള്ളർ ശരിക്കും മെക്കോളേക്ക് എഴുതുകയും കൂടി ചെയ്തു. ഞാൻ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതാൻ തുടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളിലെ ഭാഗങ്ങള് നിങ്ങൾ പ്രചരിപ്പിച്ച് ഹൈന്ദവ ജനതയുടെ മനസ്സിൽ വേദത്തിനെതിരെ ഒരു വികാരമുണ്ടായാല് ഇത്രയും കാലം വേദത്തിന്റെ അറിവ് സൂക്ഷിച്ചിരുന്ന ആ മനസ്സുകളിൽ ഒരു ശൂന്യതയുണ്ടാവും. ആ ശൂന്യത നിറയ്ക്കാൻ ക്രൈസ്തവ സന്ദേശങ്ങൾ, ഇംഗ്ലീഷുകാരുടെ മതമായ ക്രൈസ്തവ സന്ദേശങ്ങൾ നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്, ഹൂസ് റെസ്പോൺസിബിലിറ്റി വിൽ ഇറ്റ് ബി എന്നും പറഞ്ഞ്, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് ആരുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് മാക്സ് മുള്ളർ മെക്കോളേക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേദത്തിന്റെ മിസ്ഇന്റർപ്രിട്ടേഷന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിനെ കുറിച്ച് മാക്സ് മുള്ളർ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എഴുതുന്നുണ്ട്. ആ ലെറ്ററും അവൈലബിൾ ആണ്, മെക്കോളേക്ക് എഴുതിയ ലെറ്ററും അവൈലബിൾ ആണ്. അവസാനം മാക്സ് മുള്ളർക്ക് കുറേ കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങി. ഈ വേദത്തിന്റെ ദുർവ്യാഖ്യാനം ചെയ്ത 8 അഷ്ടകം, 8 അധ്യായം, ഒരഷ്ടകം, അത് ഞാൻ പ്രചരിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം മാക്സ് മുള്ളർ വേദപണ്ഡിതരോട് ചോദിച്ചു, ഞാൻ ഇതെന്നാൽ നശിപ്പിച്ചോട്ടെ, ഞാൻ വീണ്ടും എഴുതട്ടെ എന്ന് ചോദിച്ചപ്പോ വേദപണ്ഡിതര് പറഞ്ഞു, അത്രേ, നശിപ്പിക്കണ്ട, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എഴുതിയതല്ലേ, അത് അതേപോലെ ഇരിക്കട്ടെ. എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം. ഏതായാലും നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞത് മാക്സ് മുള്ളറുടെ മനസ്സിൽ ഒരു അസാധാരണമായിട്ടുള്ള ചലനമുണ്ടാക്കി. തങ്ങൾ ഇത്രയും കാലം ആരാധിച്ചിരുന്ന, പൂജിച്ചിരുന്ന, അനുശാസിച്ചിരുന്ന ഒരു ഗ്രന്ഥത്തെ വ്യക്തമായിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാമായിരുന്നിട്ടും അത് നശിപ്പിക്കേണ്ട, നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ ആ വിശാലമായ മനസ്ഥിതി വേദം പഠിച്ചതുകൊണ്ട് ഉണ്ടായതാണ്, വേദം അറിഞ്ഞതുകൊണ്ടുണ്ടായതാണ് എന്ന് അവർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം വേദത്തിൽ തന്നെ പറയുന്നു, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അത് നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറയുന്ന
ആ സന്ദേശം തന്നെയാണ് വേദപണ്ഡിതരുടെ ജീവിതത്തിൽ പകർത്തിയത് എന്നറിഞ്ഞ് കുറേ കുറ്റബോധത്തോടുകൂടി മാക്സ് മുള്ളർ ഭാരതീയ ഗ്രന്ഥങ്ങളെല്ലാം കുറെ കൂടി നന്മ നിറഞ്ഞ രീതിയിൽ ഒരു വിദേശിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹം പഠിച്ച് ഉൾക്കൊണ്ട് ലോക ജനതയ്ക്ക് മാക്സ് മുള്ളർ അത് സമർപ്പിക്കുകയുണ്ടായി. ഈ ഒരു വീക്ഷണം നമ്മളുടെ ഗ്രന്ഥത്തിനെ എതിർത്ത് പറഞ്ഞാലും അനുകൂലിച്ച് പറഞ്ഞാലും പുച്ഛിച്ച് പറഞ്ഞാലും അവഹേളിച്ച് പറഞ്ഞാലും അപകീർത്തിപ്പെടുത്തി പറഞ്ഞാലും അതിനെ സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി ഭാരതത്തിലുണ്ടായത് ഈ വൈദിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു എങ്കിലും അത് യഥാർത്ഥത്തിൽ ഭാരതത്തിലെ മനസ്സിനെ സ്വാധീനിച്ചില്ല. മതപരിവർത്തനത്തിന് വളരെയേറെ ആക്കം കൂട്ടുകയും ചെയ്തില്ല. അങ്ങനെ ഒരു സംഭവം ഭാരതത്തിൽ നടന്നത് നമ്മൾ അറിയേണ്ടതിൻ്റെ ആവശ്യം 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു. അതിനെ ഇന്റലക്ച്വലി, അക്കാഡമിക്കലി, സോഷ്യലി, സ്പിരിച്വലി, സയന്റിഫിക്കലി എല്ലാം ഉന്മൂലനം ചെയ്യാൻ അകത്തുള്ളവരും പുറത്തുള്ളവരും ശ്രമിച്ചിട്ടും ഭാരതീയ സംസ്കാരം തളരാതെ തകരാതെ വരളാതെ ഇന്നും വളർന്നു നിൽക്കുന്നു, ഉയരുന്നു, ലോകമെമ്പാടും പ്രചരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നമുക്ക് ഓർമ്മയിലുണ്ടാവണമെന്ന് മാത്രമല്ല, കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ച ധന്യമായിട്ടുള്ള ആ അറിവുകളിൽ ഏതെങ്കിലും 1, 2, 3 അത് അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടോ അല്ല ഉപരിപ്ലവമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലുമോ ഏതെങ്കിലും 1, 2, 3 വിഷയങ്ങളെങ്കിലും പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ദൗത്യം ഈ ഭൂമിയിലെ ഭാരതത്തിൽ ജനിച്ച് വളർന്ന് നിലനിന്ന് ഇല്ലാതെയാകുന്ന ആ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വളരെയേറെ ചെയ്യുമ്പോഴും ഈ സംസ്കാരത്തിന് കൂടി വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന ആ ധന്യമായ ഫീലിംഗ് നമുക്ക് ഉണ്ടാവാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.